അമേരിക്കയിലെ H-1B വിസ ഉടമകൾക്കും മലയാളി കുടുംബങ്ങൾക്കും എതിരെ സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലും വർദ്ധിച്ചുവരുന്ന വംശീയ അധിക്ഷേപങ്ങളും അതിക്രമങ്ങളും പ്രതിരോധിക്കാൻ പ്രവാസി മലയാളികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ട ഇമിഗ്രേഷൻ സിവിൽ റൈറ്റ് സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ച് അതിനിർണായകമായ മുന്നറിയിപ്പാണ് ഇമിഗ്രേഷൻ അഭിഭാഷകർ നൽകിയിരിക്കുന്നത്. US വർക്ക് വിസയിലും സ്ഥിരതാമസത്തിലുമുള്ള പ്രവാസി മലയാളികളുടെ സുരക്ഷയും സമാധാനപരമായ ജീവിതത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കൻ സോഷ്യൽ മീഡിയയിലും പ്രാദേശിക കൗൺസിലുകളിലും വംശീയ അധിക്ഷേപങ്ങളും H-1B വിസ ഉടമകൾക്കെതിരെയുള്ള കുപ്രചരണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കാർഗണ്ണി എൻവയോൺമെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ ഗവേഷണ വിവരങ്ങളും വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും അനുസരിച്ച് അമേരിക്കയിലുള്ള 1/4 ഇന്ത്യൻ പ്രവാസികളും ഏതെങ്കിലും തരത്തിലുള്ള വംശീയ അധിക്ഷേപങ്ങൾക്കോ അനാവശ്യ ചോദ്യം ചെയ്യലുകൾക്കോ ഇരയാകുന്നുണ്ട്. അമേരിക്കൻ IT മേഖലയിലും ഹെൽത്ത് കെയർ മേഖലയിലും ജോലി ചെയ്യുന്ന മലയാളി കുടുംബങ്ങൾ തങ്ങളുടെ നിയമപരമായ അവകാശങ്ങളെക്കുറിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് തന്നെയാണ്. അമേരിക്കയിലെ പുതിയ രാഷ്ട്രീയ ചലനങ്ങളുടെയും ഇമിഗ്രേഷൻ നയങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിദേശ ജീവനക്കാർക്കെതിരെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കെതിരെ കടുത്ത ഓൺലൈൻ പ്രചരണങ്ങളാണ് നടക്കുന്നത്. അടുത്തിടെ അമേരിക്കയിലെ ജോർജിയയിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ വംശജയായ ലേഡി ഡോക്ടർ താൻ ധരിച്ച ബിന്ദിയെക്കുറിച്ച് പങ്കുവച്ച ലളിതമായ വീഡിയോയ്ക്ക് താഴെ ലക്ഷക്കണക്കിന് വംശീയ അധിക്ഷേപ സന്ദേശങ്ങളാണ് ഉയർന്നു വന്നത്. ഇന്ത്യയിലേക്ക് തിരികെ പോകൂ എന്നതടക്കമുള്ള സന്ദേശങ്ങളും ഹൈസ്കിൽഡ് വിസകളെ അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം ടെക്സസിലെ ചില പ്രധാന നഗരങ്ങളിലെ സിറ്റി കൗൺസിൽ യോഗങ്ങളിൽ പോലും H-1B വിസയിലെത്തുന്ന ഇന്ത്യൻ IT ജീവനക്കാർ പ്രാദേശിക തൊഴിലവസരങ്ങൾ കവരുന്നുവെന്ന തരത്തിലുള്ള വംശീയ പരാമർശങ്ങൾ പരസ്യമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഇത്തരമുള്ള വെറുപ്പുളവാക്കുന്ന പോസ്റ്റുകൾ കേവലം ഡിജിറ്റൽ ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രവാസികളുടെ ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്നുണ്ട്. IT കമ്പനികൾക്ക് മുന്നിലും പ്രവാസി മലയാളികൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയകളിലും ചില ഇന്റർനെറ്റ് ഇൻഫ്ലുവൻസർമാരും വലതുപക്ഷ പ്രവർത്തകരും എത്തി അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. H-1B വിസ പ്രോസസ്സിംഗിലെ തട്ടിപ്പുകൾ കണ്ടെത്താനാണെന്ന പേരിൽ US അധികൃതർ നടത്തുന്ന ഓഡിറ്റുകളെ ചില വിഭാഗങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സാധാരണക്കാരായ IT ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും മാനസികമായി ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അമേരിക്കൻ ഭരണഘടനയും ഫെഡറൽ നിയമങ്ങളും ഏതൊരു നിയമവിധേയമായ പ്രവാസിക്കും പൂർണ്ണമായ പൗരാവകാശ സംരക്ഷണം ഉറപ്പു നൽകുന്നുണ്ട്. 1964 സിവിൽ റൈറ്റ്സ് ആക്ട് അനുസരിച്ച് ഒരാളുടെ വംശം, നിറം, ദേശീയത, മതം എന്നിവയിലൂടെ ജോലിസ്ഥലത്തോ പൊതു ഇടങ്ങളിലോ അധിക്ഷേപിക്കുന്നതും വിവേചനം കാണിക്കുന്നതും കടുത്ത നിയമലംഘനമാണ്. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള വംശീയ വിവേചനമോ ഭീഷണിയോ നേരിടേണ്ടി വന്നാൽ US ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ അഥവാ EEOCക്ക് മുൻപാകെ ഔദ്യോഗികമായി പരാതി നൽകാൻ ജീവനക്കാർക്ക് പൂർണ്ണ അവകാശമുണ്ട്. തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഏതൊരു US തൊഴിലുടമയ്ക്കും നിയമപരമായ ബാധ്യതയുണ്ട്. പൊതുസ്ഥലങ്ങളിലോ ഇന്റർനെറ്റിലോ ഉണ്ടാകുന്ന അനാവശ്യ തർക്കങ്ങളിൽ ഇടപെടാതെ ഇരിക്കുക എന്നതാണ് പ്രവാസി മലയാളികൾ ആദ്യമായി ചെയ്യേണ്ടത്. ആരെങ്കിലും നേരിട്ടോ സോഷ്യൽ മീഡിയ വഴിയോ വംശീയമായി അധിക്ഷേപിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ തിരിച്ച് പ്രകോപിതരാകാതെ ആ തെളിവുകളുടെ സ്ക്രീൻഷോട്ടുകളോ വീഡിയോകളോ സൂക്ഷിച്ചു വെക്കുക. നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന രീതിയിൽ വ്യക്തിപരമായ ഭീഷണികൾ നേരിടുകയാണെങ്കിൽ ഉടനടി പ്രാദേശിക പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയോ FBI സിവിൽ റൈറ്റ് ഡിവിഷനെയോ വിവരമറിയിക്കുക. കൂടാതെ AAPI ഈക്വാലിറ്റി അലയൻസ് പോലെയുള്ള ഏഷ്യൻ അമേരിക്കൻ അവകാശ സംഘടനകളുടെ പോർട്ടലുകളിൽ പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. നിങ്ങളുടെ PII അഥവാ വീട്ടുവിലാസം, ഫോൺ നമ്പർ, വ്യക്തിഗത വിവരങ്ങൾ എന്നിവ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പരസ്യമാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലും ഹെൽത്ത് കെയറിലും സേവനമനുഷ്ഠിക്കുന്ന മലയാളി ജീവനക്കാർ തങ്ങളുടെ വിസ ഡോക്യുമെന്റുകൾ, പേ സ്ലിപ്പുകൾ, നികുതി രേഖകൾ എന്നിവ കൃത്യമായി സൂക്ഷിക്കുകയും ഏതെങ്കിലും നിയമപരമായ സഹായം ആവശ്യമായി വന്നാൽ യോഗ്യതയുള്ള ഒരു ഇമിഗ്രേഷൻ ഓർ സിവിൽ റൈറ്റ് അറ്റോർണിയുടെ സഹായം തേടുകയും ചെയ്യുക. വർദ്ധിച്ചു വരുന്ന വംശീയ അധിക്ഷേപങ്ങളെ ഭയത്തോടെയല്ല, മറിച്ച് നിയമപരമായ അറിവും ജാഗ്രതയും കൊണ്ട് നേരിടുകയാണ് വേണ്ടത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും സാങ്കേതിക മുന്നേറ്റത്തിനും പ്രവാസി മലയാളികൾ നൽകുന്ന സംഭാവനകൾ വലുതാണ്. തങ്ങളുടെ അവകാശങ്ങൾ മനസ്സിലാക്കി നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് സമാധാനപരമായി മുന്നോട്ടു പോകാൻ പ്രവാസി മലയാളി സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്.
ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇമിഗ്രേഷൻ രംഗത്തെ കൂടുതൽ വാർത്തകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.